WHO കണക്കുകൾ പ്രകാരം ലോക ജനതയുടെ പകുതിയിൽ കൂടുതൽ പോപ്പുലേഷനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഹെഡേക്ക് ഡിസോർഡേഴ്സ്. ഇതിൽ തന്നെ നമ്മളിൽ ഭൂരിഭാഗം പേരിലും തലവേദന കാരണമോ മൈഗ്രെയിൻ കാരണമോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നവരാകാം. ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് ഹെഡേക്ക്, എന്താണ് മൈഗ്രെയിൻ, എന്തൊക്കെ തരം ഹെഡേക്ക് ഉണ്ട്, ആ ഹെഡേക്കിന് പിന്നിലുള്ള ഫിസിയോളജി എന്താണ്, എന്തൊക്കെ റീസൺ കൊണ്ട് തലവേദന ഉണ്ടാകുന്നു, എങ്ങനെയൊക്കെ നമുക്കിതിനെ നേരിടാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ സാജൻ വി എഡിസൺ. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്ലോബലി കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ലോക പോപ്പുലേഷൻ്റെ 50% കൂടുതലും ആൾക്കാരിലും ഹെഡേക്ക് അഫക്റ്റ് ചെയ്യുന്നുവെന്നാണ് WHO ഓതൻറ്റിക് ആയിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 18 മുതൽ 65 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇവയിൽ തന്നെ മൈഗ്രെയിൻ 30% അതിൽ കൂടുതലോ ആൾക്കാരിൽ കണ്ടുവരുന്നു. എന്താണ് ഹെഡേക്ക് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ പലരിലും അനുഭവപ്പെടാറുള്ളത് പോലെ തന്നെ നെറ്റിയുടെ ഭാഗത്തോ തലയുടെ ഭാഗത്തോ മുഖത്തിൻ്റെ ഭാഗത്തോ ചെറിയ തോതിൽ മുതൽ വലിയ രീതിയിലുള്ള ഒരു വേദന അനുഭവപ്പെടുക, അതുതന്നെയാണ് ഹെഡേക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവയിൽ തന്നെ 2 തരത്തിലുള്ള ഹെഡേക്കാണുള്ളത്, പ്രൈമറി ഹെഡേക്ക് ആൻഡ് സെക്കൻഡറി ഹെഡേക്ക്. പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുമ്പോൾ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു ഡിസീസോ തലവേദന വരാനുള്ള വേറൊരു അസുഖമോ നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തൊരവസ്ഥയിൽ ജീവിത രീതി കൊണ്ടോ ടെൻഷനുകളോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന തരത്തിലുള്ള ഹെഡേക്കാണ് പ്രൈമറി ഹെഡേക്ക്. എന്നാൽ സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ കാരണം ഉണ്ടാകാറുള്ള തലവേദനകളാണ് സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുന്നത്. ഇവയിൽ തന്നെ പ്രൈമറി ഹെഡേക്കിൽ എന്തൊക്കെ വരുന്നതെന്ന് പരിശോധിക്കുകയാണെങ്കിൽ പ്രൈമറി ഹെഡേക്കിൽ തന്നെ പലതരത്തിലുള്ള ഹെഡേക്ക് നമുക്ക് പിന്നെയും തരംതിരിക്കാനായിട്ട് സാധിക്കും. ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക്, മൈഗ്രെയിൻ ഹെഡേക്ക്, ക്ലസ്റ്റർ ഹെഡേക്ക്, ന്യൂ ഡെയിലി പെർസിസ്റ്റൻറ്റ് ഹെഡേക്സ്. ഇത്തരത്തിലുള്ള പ്രൈമറി ഹെഡേക്കുകൾ പലതരത്തിലുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സ് കാരണം വരാറുണ്ട്. ഉദാഹരണത്തിന് ആൽക്കഹോൾ, സെർട്ടൈൻ ടൈപ്സ് ഓഫ് പ്രോസസ്ഡ് ഫുഡ്, നിക്കോട്ടിൻ കൺസ്യൂം ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള ഉറക്കം ലഭിക്കാതിരിക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റി വേണ്ട രീതിയിലുള്ള എക്സസൈസോ മറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റിയോ ഒന്നും ഉണ്ടാകാതിരിക്കുക. സെക്കൻഡറി ഹെഡേക്ക് എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അണ്ടർലൈങ് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ കാരണം നമുക്ക് അനുഭവപ്പെടുന്ന ഹെഡേക്കുകളെയാണ് സെക്കൻഡറി ടൈപ്പ് ഓഫ് ഹെഡേക്ക് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഡീഹൈഡ്രേഷൻ ഹെഡേക്ക്, സൈനസ് ഹെഡേക്ക്, മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡേക്സ്, സ്പൈനൽ ഹെഡേക്സ്. നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഇത്തരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻ കാരണം രൂപപ്പെടുന്ന ഹെഡേക്കാണ് ഇവയൊക്കെ. ഇവയിൽ തന്നെ സ്പൈനൽ ഹെഡേക്ക്, നമ്മുടെ ഇൻറ്റൻസ് ആയിട്ടുള്ള തലവേദനകൾ ഉണ്ടാകാറുണ്ട്. സ്പൈനൽ ഫ്ലൂയിഡ് ലീക്ക് കാരണം മെംബ്രെയിൻ കവറിങ്ങിലുള്ള സ്പൈനൽ കോഡിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ കാരണവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരാനുണ്ട്. സീസേഴ്സ് തുടങ്ങിയ ലൈഫ് ത്രെഡിങ് ആയിട്ടുള്ള കോംപ്ലിക്കേഷനിലൂടെ ഇത്തരത്തിലുള്ള ഹെഡേക്കുകൾ മുമ്പോട്ട് പോകാറുണ്ട്. ഇത്തരത്തിലുള്ള ഹെഡ് ഇഞ്ചുറി കാരണമോ ബ്രെയിൻ ബ്ലീഡ് ചെയ്യുമ്പോഴോ റിവേഴ്സിബിൾ ആയിട്ടുള്ള സെറിബ്രൽ വാസോ കൺസ്ട്രിക്ഷൻ സിൻഡ്രം കാരണമോ സഡനായിട്ട് സിവിയറായിട്ട് ബ്ലഡ് പ്രഷർ ഉയരുന്നത് കാരണമോ ഇത്തരത്തിലുള്ള ഹെഡേക്കുകളിനെയാണ് തണ്ടർ ക്ലാപ്പ് ഹെഡേക്കുകൾ എന്ന് പറയുന്നത്. സഡനായിട്ട് ഇത്തരത്തിലുള്ള കണ്ടീഷൻ, ഇതൊക്കെ നമ്മൾ എമർജൻസി ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടവയാണ് ഇത്തരത്തിലുള്ള ഹെഡേക്ക്. അപ്പോൾ നമ്മൾ ഇതുവരെയും എന്താണ് ഹെഡേക്ക്, അതിൻ്റെ പ്രൈമറി സെക്കൻഡറി ടൈപ്പ് ഓഫ് ഹെഡേക്സിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇവയിൽ തന്നെ പ്രധാനമായിട്ടുള്ള ഹെഡേക്കുകൾ ഏതൊക്കെയാണ് എന്നത് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനു മുന്നോടിയായി എങ്ങനെയാണ് നമുക്ക് ഈ ഹെഡേക്ക് ഫീൽ ചെയ്യുന്നത്, അതിന് പുറകിലുള്ള ഒരു ഫിസിയോളജിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലുള്ള 12 ക്രേനിയൽ നെർവിലെ ഒരു നെർവാണ് ട്രൈജെമിനൽ നെർവ്. നമ്മുടെ മുഖത്തിൻ്റെ ഭാഗത്തും തലയുടെ ഭാഗത്തൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു നെർവാണ് ട്രൈജെമിനൽ നെർവ്. ഈ ട്രൈജെമിനൽ നെർവിന് 3 ബ്രാഞ്ചസ് ഉണ്ട്. ആ ബ്രാഞ്ചസിൽ നിന്നാണ് ഇവിടെ നിന്നുള്ള സെൻസേഷൻസ്, സ്കാൽപ്പിൽ നിന്നും ബ്ലഡ് വെസൽസിൽ നിന്നും നമ്മുടെ സ്കള്ളിൻ്റെ പുറത്തുനിന്നും നമ്മുടെ സെൻസേഷൻ എടുത്ത് നമ്മുടെ ബ്രെയിനിലുള്ള ലൈനിങ് മെനിഞ്ചസിനും അതുപോലെ ഫേസ്, മൗത്ത്, നെക്ക്, ഇയേഴ്സ്, ഐസ് ആൻഡ് ത്രോട്ട് ഇവയൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു നെർവാണ് ട്രൈജെമിനൽ നെർവ്. നമ്മുടെ ബ്രെയിൻ ടിഷ്യൂവിന് സ്വന്തമായി പെയിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള നെർവും ഇല്ലാത്തത് കാരണം നമ്മുടെ ബ്രെയിനിന് സ്വന്തമായി പെയിൻ സെൻസ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവില്ല. എന്നാൽ തലവേദന ഉണ്ടാകുന്നത് നമ്മുടെ പെയിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള നെർവ് എൻഡിങ്സ്, അതിനെ നോസി റിസപ്റ്റേഴ്സ് എന്ന് പറയും. അത് നമ്മുടെ ഹെഡേക്ക് ട്രിഗർ ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് സ്ട്രെസ്സോ പലതരത്തിലുള്ള ഫുഡോ
പലതരത്തിലുള്ള ഓർഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസോ സ്റ്റിമുലേഷൻ കാരണം നോസി റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുകയും അങ്ങനെ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ട്രൈജെമിനൽ നെർവ് വഴി തലാമസിലോട്ട് പോവുകയും അവിടെ നിന്ന് പെയിൻ സെൻസേഷൻ നമ്മുടെ ശരീരത്തിൽ വരികയും ചെയ്യും. ഇത്തരത്തിലാണ് തലവേദനയുടെ ഫിസിയോളജിക്കൽ മെക്കാനിസം ഇതിൽ പ്രവർത്തിക്കുന്നത്. ട്രൈജെമിനൽ നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രെയിനിൻ്റെ ബേസിൽ നിന്ന് തുടങ്ങി അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ ടച്ച്, പെയിൻ, ടെമ്പറേച്ചർ, വൈബ്രേഷൻ ഇവയൊക്കെ തലയുടെയും കഴുത്തിൻ്റെയും ഭാഗത്ത് നിന്ന് ബ്രെയിനിലോട്ട് എത്തിക്കുന്ന ജോലിയാണ് ഈ ട്രൈജെമിനൽ നെർവ് വഹിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ തലാമസ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ സെൻസിറ്റിവിറ്റി, ലൈറ്റിനോടായിക്കോട്ടെ നോയ്സ് അതിനുള്ള സെൻസിറ്റിവിറ്റി അക്സെപ്റ്റ് ചെയ്യുകയും അത് കൺട്രോൾ ചെയ്ത് അതിനാവശ്യമുള്ള മെസ്സേജുകൾ പല ഭാഗത്തും കൊടുത്ത് അതിന് അവയർനെസ് കൊടുക്കുന്ന ഒരു ജോലിയാണ് തലാമസ് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മുടെ ബ്രെയിൻ അല്ലാതെ നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ, അതർ ന്യൂറോളജിക്കൽ സിംറ്റംസും ബോഡി പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള തലവേദനയും അതിൻ്റെ മെക്കാനിസവും അതിൻ്റെ റിയാക്ഷനും ഒക്കെ ഫിസിയോളജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ ഹെഡ് ഏക്ക് കൂടുതലായിട്ടും എല്ലാ ഏജ് ഗ്രൂപ്പിനെയും ബാധിക്കുന്നൊരു കണ്ടീഷനാണ്. എന്നാൽ മൈഗ്രെയിൻ്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവ ചിൽഡ്രനെ അപേക്ഷിച്ച് അഡൽസിനെയാണ് 3 ഇരട്ടി അധികം ബാധിക്കുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇവയിൽ കുട്ടികൾക്ക് എന്തുകൊണ്ട് കൂടുതലായിട്ട് തലവേദന കൂടുതലായി അനുഭവപ്പെടുന്നു എന്നുള്ള കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കുട്ടികളിൽ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ടെൻഷൻ, പിന്നെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, അല്ലാതെയുള്ള സ്ട്രെസ്സുകൾ, സ്കൂൾ ആക്ടിവിറ്റീസ്, പഠന സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സ്, വെതർ ചേഞ്ചസ്, ശരിയായിട്ടുള്ള ഭക്ഷണ രീതി ഇല്ലാത്തത്, ശരിയായ ഉറക്കം ലഭിക്കാത്തപ്പോൾ, ആവശ്യത്തിന് വെള്ളം കുടിക്കാതെയുള്ള സമയത്ത് ഡീഹൈഡ്രേഷൻ വരുമ്പോൾ, ചില പ്രത്യേക തരത്തിലുള്ള ഫുഡും ഡ്രിങ്ക്സും ഒക്കെ കഴിക്കുമ്പോൾ ഇത്തരത്തിൽ കുട്ടികളിൽ കൂടുതലായിട്ട് തലവേദന അനുഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്താണ് ഹെഡേക്ക് എന്നും പ്രൈമറി ഹെഡേക്ക്, സെക്കൻഡറി ഹെഡേക്കിനെ പറ്റിയും അതിൻ്റെ ഫിസിയോളജിയെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ കോമൺ ആയി കണ്ടുവരുന്ന ഒരു തരത്തിലുള്ള ഹെഡേക്കാണ് ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക്. ഇത് കൂടുതലും സ്ത്രീകളിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇത് പേര് സൂചിപ്പിക്കും പോലെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള സ്ട്രെസ്സ്, മെൻ്റലി ഇമോഷണൽ ആയിട്ടുള്ള ട്രിഗറിങ് കാരണം ഉണ്ടാകുന്ന കണ്ടീഷനാണ് ടെൻഷൻ ഹെഡേക്ക്. ഇത് നമ്മുടെ പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാകും. നമ്മുടെ ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്ക് കാരണമോ, നമ്മുടെ ആഹാരക്രമത്തിൻ്റെ തെറ്റൽ കാരണമോ, അല്ലെങ്കിൽ നമ്മുടെ സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കുക, ഡിപ്രഷൻ, ആൻസൈറ്റി, ആവശ്യത്തിന് ഉറക്കം കിട്ടാതിരിക്കുക, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ടെൻഷൻ ടൈപ്പ് ഓഫ് ഹെഡേക്ക് വരാറുണ്ട്. യൂഷ്വലി ഈ ടെൻഷൻ ടൈപ്പ് ഓഫ് ഹെഡേക്ക് അഡോളസെൻസിലാണ് വരുന്നത്. 30 വയസ്സിൽ പ്രായമുള്ളവരിലാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ടെൻഷൻ ഹെഡേക്ക് കണ്ടുവരുന്നത്. ഇവയിൽ തന്നെ 2 തരത്തിലുള്ള ടെൻഷൻ ഹെഡേക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായി എപ്പിസോഡിക് ടെൻഷൻ ടൈപ്പ് ഹെഡേക്കും. ഇവ നമ്മുടെ തലവേദന 10 മുതൽ 15 ദിവസം അകത്ത്, ഒരു മാസത്തിൽ 10 മുതൽ 15 ദിവസത്തിനകത്ത് ഓരോ അറ്റാക്കായി വരും. അതൊരു 30 മിനിറ്റ് നിലനിൽക്കും. പല ദിവസങ്ങളായി 30 മിനിറ്റോളം നിലനിൽക്കും. ഇത്തരത്തിലുള്ള ഹെഡേക്കാണ് എപ്പിസോഡിക് ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് എന്ന് പറയുന്നത്. രണ്ടാമതായി ക്രോണിക് ടെൻഷൻ ടൈപ്പ് ഉണ്ട്. അത് 15 ദിവസത്തിൽ കൂടുതൽ, ഒരു മാസത്തിൽ 15 ദിവസത്തിൽ കൂടുതൽ, ഒരു 3 മാസ കാലഘട്ടത്തിൽ കൂടുതൽ കാണപ്പെടുമ്പോഴാണ് അതിനെ ക്രോണിക് ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് എന്ന് പറയുന്നത്. ഇത് കൂടുതൽ സമയം നമ്മുടെ തലവേദനയായി നിലനിൽക്കുന്ന സമയത്ത് തന്നെ ക്രോണിക് ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് എന്ന് പറയും. ഇത്തരത്തിലുള്ള ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ, നമ്മൾ ഉറക്കം എണീക്കുമ്പോൾ തന്നെ ഏർലി മോർണിംഗിൽ വരുന്ന തലവേദനകളാണ്. അല്ലെങ്കിൽ നമ്മൾ ഈവനിങ്ങിൽ നമ്മുടെ ആ ഒരു സൺസെറ്റിൻ്റെ സമയമാകുമ്പോൾ ആ ഒരു സമയത്ത് കാണുമ്പോഴാണ് ഇത്തരത്തിൽ തലയുടെയും കഴുത്തിനുള്ള മസിൽസുകളൊക്കെ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഈ ടെൻഷൻ ഹെഡേക്കുകൾ വരാറുണ്ട്. രണ്ടാമതായി കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെഡേക്കാണ് ക്ലസ്റ്റർ ഹെഡേക്ക്. ക്ലസ്റ്റർ ഹെഡേക്ക് എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സഡനായിട്ട് ഭയങ്കര വേദനയോടുകൂടിയുള്ള ഹെഡേക്കുകൾ യൂഷ്വലി നമ്മുടെ രാവിലെ ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ ഓരോ ആഴ്ചകളിലും സെയിം ടൈമിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഹെഡേക്കാണ് ക്ലസ്റ്റർ ഹെഡേക്ക്. ഇവ നമ്മുടെ തലയുടെ ഒരു ഭാഗത്ത്, ഒരു സൈഡിൽ അഫക്റ്റ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള തലവേദനകൾ. ചിലപ്പോൾ നമ്മുടെ കണ്ണിന് പുറകുവശത്തും ഇത്തരത്തിലുള്ള വേദനകൾ ക്ലസ്റ്റർ ഹെഡേക്കിൽ അനുഭവപ്പെടാറുണ്ട്. ക്ലസ്റ്റർ ഹെഡേക്കിൽ നമുക്ക് വേദന അനുഭവപ്പെട്ട് മെല്ലെ മെല്ലെ ഇതിൻ്റെ വേദന കൂടി ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള വേദനയിലേക്ക് ഇവ എത്തിച്ചേരും. വേദന ഏകദേശം 2 മുതൽ 3 മണിക്കൂർ വരെ ഇത്തരത്തിലുള്ള തലവേദനകൾ നിലനിൽക്കുകയും മുഖമൊക്കെ ചുവന്ന്, നമ്മുടെ ഏത് ഭാഗത്താണോ തലവേദന അനുഭവപ്പെടുന്നത് അവിടെയൊക്കെ ചുവന്ന് തടിക്കുന്നൊരവസ്ഥയും ഇത്തരത്തിലുള്ള ഹെഡേക്കിൽ കാണുവാനായിട്ട് സാധിക്കും.
ഇത്തരത്തിലുള്ള ഹെഡേക്ക് അനുഭവപ്പെടുമ്പോൾ പലപ്പോഴും റെസ്റ്റ്ലെസ് ആയിട്ടും അതുപോലെ തന്നെ നെഞ്ചിടിപ്പ് കൂടുന്നതായിട്ടും ബ്ലഡ് പ്രഷർ കൂടുന്നതായിട്ടും ഇത്തരത്തിൽ രോഗികൾക്ക് അനുഭവപ്പെടാറുണ്ട്. പൊതുവായി 20 മുതൽ 25 വയസ്സ് വരെ പ്രായത്തിനിടയിലാണ് ക്ലസ്റ്റർ ഹെഡേക്കുകൾ കാണപ്പെടുന്നത്. ഇത് കൂടുതലായിട്ടും പുരുഷന്മാരിലാണ് ക്ലസ്റ്റർ ടൈപ്പ് ഓഫ് ഹെഡേക്ക് കണ്ടുവരാറുള്ളത്. ഇവയിൽ തന്നെ സ്മോക്ക് ചെയ്യുന്നവരിലും ആൽക്കഹോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരിലും ക്ലസ്റ്റർ ടൈപ്പ് ഓഫ് ഹെഡേക്ക് കണ്ടുവരുന്നു. യൂഷ്വലി കൂടുതലായും രാത്രിയാണ് തലവേദനകൾ കൂടുതലായിട്ടും അനുഭവപ്പെടാറുള്ളത്. ടെൻഷൻ ഹെഡേക്കിനെ പറ്റിയും ക്ലസ്റ്റർ ഹെഡേക്കിനെ പറ്റിയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുവരുന്നൊരു വാക്കാണ് മൈഗ്രെയിൻ എന്നുള്ളത്. എന്താണെന്ന് മൈഗ്രെയിൻ എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രൈമറി ഹെഡേക്കിൻ്റെ ഒരു ഭാഗത്തിൽപ്പെടുന്ന ടൈപ്പ് ഓഫ് ഹെഡേക്കാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ തലയുടെയും നെറ്റിയുടെയും ഭാഗത്ത് ഒരു സൈഡിൽ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഹെഡേക്കിനെയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അവ തന്നെ ത്രോബിംഗ് ആയിട്ട് പൾസ് ഫീൽ ചെയ്യുന്നത് പോലെ നമ്മുടെ നെറ്റിയുടെയൊക്കെ ഭാഗത്ത് നമ്മൾ കാണുമ്പോഴും കൈവച്ച് തൊടുമ്പോഴും ഇത്തരത്തിൽ പൾസ് പോലെ ഫീൽ ചെയ്യുന്ന തരത്തിലാണ് മൈഗ്രെയിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇവ പ്രത്യേകതരം നോയ്സ്, അതുപോലെ സ്മെല്ല്, ലൈറ്റ് ഇവയൊക്കെ വരുമ്പോഴത്തേക്കും കൂടുകയും നമ്മൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഹെഡേക്കാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. യൂഷ്വലി മൈഗ്രെയിൻ രാവിലെയാണ് കണ്ടുവരാറുള്ളത്. തലവേദനയോടുകൂടി ഛർദ്ദിക്കാനുള്ള ടെൻഡൻസിയൊക്കെ കൂടുതലായിട്ടും കാണിക്കാറുണ്ട്. മൈഗ്രെയിൻ വരുന്ന സമയത്ത് നമ്മളെ ഡെയിലി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് തന്നെ ബോഡിയൊക്കെ വളരെയധികം ക്ഷീണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാറുണ്ട്. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് മൈഗ്രെയിൻ കൂടുന്നത്. അവ എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വെതറിനോ അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റലായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് വരുമ്പോൾ തലവേദന കൂടുന്നത് മൈഗ്രെയിൻ്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ കൃത്യമായി ഉറക്കം കിട്ടാതിരിക്കുക, സ്ട്രോങ് ആയിട്ടുള്ള സുഗന്ധങ്ങളുടേത്, പിന്നെ ഇമോഷൻ, സ്ട്രെസ്സ്, ഓവറായിട്ട് നമ്മൾ എക്സേർഷൻ ചെയ്യുക, ഭയങ്കരമായിട്ടുള്ള സൗണ്ടുകൾ, അതുപോലെ മോഷൻ സിക്നെസ്, ബ്ലഡ് ഷുഗർ ലെവൽ കുറയുക, മീൽസ് കൃത്യസമയത്ത് കഴിക്കാതിരിക്കുക, ടൊബാക്കോ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഡിപ്രഷൻ, ആൻസൈറ്റി, ഹെഡ് ട്രോമ, ഹാങ് ഓവർ, പിന്നെ ചില തരത്തിലുള്ള മെഡിക്കേഷൻസ്, ഹോർമോണൽ ചേഞ്ചസ്, ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് കാരണം നമുക്ക് കൂടുതലായിട്ട് മൈഗ്രെയിൻ അനുഭവപ്പെടാറുണ്ട്. മൈഗ്രെയിൻ 4 ഫേസായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമതായി പ്രീ മോണിറ്ററി സിംറ്റംസ് എന്ന് പറയുമ്പോൾ മൈഗ്രെയിൻ വരുന്നതിന് 24 മണിക്കൂർ മുന്നേ ഡെവലപ്പ് ചെയ്യുന്ന സിംറ്റംസ് ആണ്. ഇവ എന്തെന്നൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഫുഡ് ക്രേവിങ്സ്, അമിതമായി ഫുഡിനോട് ആഗ്രഹിക്കുക, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള മൂഡ് ചേഞ്ചസ് വരിക, ഭയങ്കരമായിട്ടുള്ള ഫ്ലൂയിഡ് റീടെൻഷൻ വരിക, ഇൻക്രീസ്ഡ് യൂറിനേഷൻ, ഇവയൊക്കെയാണ് 24 മണിക്കൂർ മുന്നേ വരുന്ന സിംറ്റംസ്, ആദ്യത്തെ അറ്റാക്ക്. ഇനി രണ്ടാമത് പരിശോധിക്കുകയാണെങ്കിൽ ഓറ. പല ആൾക്കാരിലും മൈഗ്രെയിൻ വരുന്നവർ ഒരു ഓറ വരുന്നത് അനുഭവപ്പെടാനായിട്ട് സാധിക്കും. ഒരു ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റുകൾ, ഒരു ഹീറ്റ് വേവ് പോലെയൊക്കെ നമ്മുടെ മൈഗ്രെയിൻ വരുന്ന സമയത്ത് മസിൽ വീക്ക്നെസ്സും നമ്മൾ ആരോ പിടിക്കുന്നത് പോലെയും അങ്ങനെയൊക്കെ അത്തരത്തിലൊരു തോന്നൽ വരും. ഓറ ഫീൽ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് രണ്ടാമത്തെ അറ്റാക്ക് എന്ന് പറയുന്നത്. മൂന്നാമതായി ഭയങ്കരമായിട്ടുള്ള തലവേദന അനുഭവപ്പെടാറുണ്ട്. ഇനി മൂന്നാമത്തെ ഫേസാണ് ഹെഡേക്ക് ഫേസ്. ആദ്യം ഞാൻ പറഞ്ഞു 24 മണിക്കൂറിന് മുന്നേയുള്ള സിംറ്റംസ്, രണ്ടാമതായി നമുക്ക് ഓറ വരുന്ന ഫേസ്, മൂന്നാമതായിട്ട് ഹെഡേക്ക് വരുന്ന ഫേസ്. അപ്പോൾ മൈഗ്രെയിൻ്റെ സമയത്ത് ഹെഡേക്ക് വരുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള തലവേദനയും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ ഫേസിൽ അനുഭവപ്പെടാറുണ്ട്. നാലാമതായി പോസ്റ്റ്ഡ്രോം ഫേസാണ്. ഇത്തരത്തിൽ മൈഗ്രെയിൻ വരുമ്പോൾ കൂടുതലായിട്ട് ക്ഷീണിതനായിട്ടും കൂടുതൽ ഈ ഒരു അറ്റാക്കിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചൊരു വ്യക്തിയായിട്ടും കാണുവാനായിട്ട് സാധിക്കും. ഈ പോസ്റ്റ്ഡ്രോം ഫേസ് ഏകദേശം 24 മണിക്കൂർ വരെ, മൈഗ്രെയിൻ്റെ അറ്റാക്കിന് ശേഷം 24 മണിക്കൂർ വരെ ഈ ഒരു ഫേസ് നിലനിൽക്കും. ഇവയിൽ തന്നെ ഓറ വരുന്ന ടൈപ്പ് ഓഫ് മൈഗ്രെയിനെയാണ് ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഈ മൈഗ്രെയിൻ വരുന്ന സമയത്ത് നമുക്ക് വിഷ്വലായിട്ടുള്ള ഡിസ്റ്റർബൻസും ന്യൂറോളജിക്കലായിട്ടുള്ള സിംറ്റംസും കൂടുതലായിട്ട് വരും. അത് 10 മുതൽ 60 മിനിറ്റ് വരെ നമ്മൾ മൂന്നാമതായുള്ള ഹെഡേക്ക് ഫേസ് പറഞ്ഞു. ആ ഹെഡേക്ക് ഫേസിന് മുന്നേ ഒരു 10 മുതൽ 60 മിനിറ്റ് വരെ ഇത്തരത്തിലുള്ള ഒരു ഫേസ് കാണപ്പെടാറുണ്ട്. ഇവയാണ് ക്ലാസിക് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ അനുഭവപ്പെടുന്നവർക്ക് കാഴ്ചശക്തി ആ സമയത്ത് ചെറുതായിട്ടൊക്കെ മങ്ങലും ഒക്കെ ആയി വരുന്ന ഒരു അവസ്ഥ കാണുവാനായിട്ട് സാധിക്കും. ചില സമയത്ത് ഈ ഓറ മാത്രം, തലവേദന വരാതെ ഓറ മാത്രം വരുന്ന ഒരു സിംറ്റംസും, അതുപോലെ തന്നെ സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ട്, അബ്നോർമലായിട്ട് നമ്മൾ മസിൽ വീക്ക്നെസ്, പിന്നെ ഒരു ശരീരത്തിൻ്റെ മസിൽസിലും കയ്യിലും മുഖത്തും ഒക്കെ ഒരു മസിലൊക്കെ ഒരു ടിംഗ്ലിങ് ആയിട്ടുള്ള ഒരു സെൻസേഷനും
ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കാണുവാനായിട്ട് കഴിയും. ക്ലാസിക്കൽ മൈഗ്രെയിൻ ഉള്ളവരിൽ ലൈറ്റിൻ്റെ സെൻസിറ്റിവിറ്റി കൂടുതലായിട്ട് ലൈറ്റ് ഫ്ലാഷസ് പോലെയും ലൈറ്റിനോട് ഭയങ്കര സെൻസിറ്റിവിറ്റി ഒക്കെ കാണിക്കാറുണ്ട്. മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ, അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മൈഗ്രെയിൻ. ഇവയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്ന മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ. ഇത്തരത്തിലുള്ള മൈഗ്രെയിനിൽ ഈ ഓറ കാണുകയോ ഒന്നും ഉണ്ടാകില്ല. എന്നാൽ ഇത്തരത്തിൽ തലവേദനയുടെ ബുദ്ധിമുട്ടുകൾ, തലയുടെ ഒരു സൈഡുള്ള വേദന, നോസിയ, ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി, കൺഫ്യൂഷൻ, നമ്മുടെ കാഴ്ചയിൽ ഒരു ബ്ലറായിരിക്കുക, മൂഡ് ചേഞ്ചസ്, ക്ഷീണിതനായിരിക്കുക, ഇൻക്രീസ്ഡ് സെൻസിറ്റീവ് ടു ലൈറ്റ്, സൗണ്ട്, നോയ്സ്, ഇവയൊക്കെ ഭയങ്കരമായിട്ടുള്ള സെൻസിറ്റീവ് ആവുക, ഇത് കോമൺ ആയിട്ടുള്ള ഒരു മൈഗ്രെയിനാണ്. അങ്ങനെ ക്ലാസിക്കൽ മൈഗ്രെയിനും ഉണ്ട്, ഇത്തരത്തിൽ നോൺ ക്ലാസിക്കൽ ആയിട്ടുള്ള മൈഗ്രെയിനും ഉണ്ട്. ഇനിയും ഒരുപാട് ടൈപ്പ് ഓഫ് മൈഗ്രെയിൻ ഉണ്ട്. ഉദാഹരണത്തിന് അബ്ഡോമിനൽ മൈഗ്രെയിൻ, ബേസിലാർ ടൈപ്പ് മൈഗ്രെയിൻ, ഹെമിപ്ലീജിക് മൈഗ്രെയിൻ, മെൻസ്ട്രൽ മൈഗ്രെയിൻ, മൈഗ്രെയിൻ വിത്തൗട്ട് ഹെഡേക്ക്, ഒഫ്താൽമോപ്ലീജിക് മൈഗ്രെയിൻ, റെറ്റിനൽ മൈഗ്രെയിൻ, ഇത്തരത്തിൽ കൂടുതൽ ടൈപ്പ് മൈഗ്രെയിൻ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ മൈഗ്രെയിൻ്റെ ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്താണ്, നോൺ ക്ലാസിക്കൽ ടൈപ്പ് ഓഫ് മൈഗ്രെയിൻ എന്താണ്, മൈഗ്രെയിൻ എന്തൊക്കെ കാരണം കൊണ്ട് വരുന്നു എന്നൊക്കെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മൈഗ്രെയിൻസ് കൂടുതലായിട്ടും സ്ത്രീകളിലാണ് കണ്ടുവരാറുള്ളത്. ഫാമിലി ഹിസ്റ്ററി ഉള്ളവരിലും ജനിതകപരമായാണ് ഇത്തരത്തിലുള്ള മൈഗ്രെയിൻ അനുഭവപ്പെടാറുള്ളത്. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെപ്പറ്റി പരിശോധിക്കുകയാണെങ്കിൽ, മൈഗ്രെയിൻ വരുന്ന സമയത്ത് നിങ്ങളുടെ കസേരയിലോ ബെഡിലോ കിടക്കുക, കണ്ണടയ്ക്കുക, ഒരു ഡാർക്കൺ റൂമിൽ, കൂടുതലായി ലൈറ്റിൻ്റെ നോയ്സിൻ്റെ ഒന്നും എക്സ്പോഷർ ഇല്ലാത്ത ഒരു ഡാർക്ക് റൂമിൽ നിങ്ങൾ വിശ്രമിക്കുക. രണ്ടാമതായി ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ഐസ് പാക്ക് നിങ്ങളുടെ നെറ്റിയിലേക്ക് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു വെള്ളത്തിൽ മുക്കിയ ഒരു ടവലോ അല്ലെങ്കിൽ ഒരു ഐസ് ക്യൂബോ നിങ്ങളുടെ നെറ്റി ഭാഗത്തേക്ക് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമതായി കൂടുതലായി വെള്ളം കുടിക്കുക. നമ്മുടെ മൈഗ്രെയിൻ്റെ കൂടെ വൊമിറ്റിങ്ങോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക. ഇങ്ങനെ നിങ്ങൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മൈഗ്രെയിൻ്റെ അറ്റാക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ചെറിയ എമൗണ്ടിൽ കഫീൻ, കോഫി നിങ്ങൾ കുടിക്കാൻ സാധിക്കുമെങ്കിൽ ഈ അറ്റാക്കിന് ശേഷം കുടിക്കുക. അത് ഇതിനെ റിലീവ് ചെയ്യാനായിട്ട് പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള പ്രൈമറി സ്റ്റെപ്പുകൾ കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. നിങ്ങളുടെ കൃത്യമായിട്ട് അതിൻ്റെ ഫോളോ അപ്പ് എടുക്കുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഒരു അറ്റാക്ക്, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അറ്റാക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക തന്നെ ചെയ്യുക. ഇനി നമുക്ക് ഈ പലതരത്തിലുള്ള തലവേദനകളെ പറ്റി, മൈഗ്രെയിനെ പറ്റിയൊക്കെ പറയുകയുണ്ടായി. ഇനി കോമൺ ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള തലവേദനകളോ മൈഗ്രെയിനോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഏത് ടൈപ്പാണെന്നൊക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ആദ്യമേ തന്നെ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ ഡോക്ടറുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷം ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി ഇത്തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കുക. ഇതിൽ തന്നെ ഹോമിയോപ്പതിക് വേ ഓഫ് മാനേജ്മെൻറ്റ് വളരെ എഫക്റ്റീവായി ഈ കാലങ്ങളിൽ നമ്മൾ കൊടുത്തു വരാറുണ്ട്. ഇത്തരത്തിൽ മൈഗ്രെയിൻ വരുന്നവരിലായിക്കോട്ടെ, പലതരത്തിലുള്ള ഹെഡേക്ക് വരുന്നവരിലായിക്കോട്ടെ, ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരിൽ അറ്റാക്സ് കുറയുകയും കൂടുതലായി ഫലപ്രദമായി അവർക്ക് ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് പോവുകയും കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം. ഓൺലൈൻ കൺസൾട്ടിങ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള മെഡിസിൻ ഉൾപ്പെടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഹെഡേക്കിൻ്റെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഒന്നാമതായി നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒരു പ്രൈമറി ചെക്കപ്പ് ഡോക്ടർ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററിയും നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയും ഒക്കെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. രണ്ടാമതായി നിങ്ങൾ ഹെഡേക്ക് വരുന്ന സമയത്ത് ഈ ഒരു മെഡിക്കൽ പാർട്ടിൻ്റെ ഇവാലുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളടുത്ത് ഫിസിക്കലും ന്യൂറോളജിക്കലുമായിട്ടുള്ള എക്സാമിനേഷൻസ് ഫർദറായിട്ട് നമ്മൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഫീവർ ഉണ്ടോ എന്ന് നോക്കുക, ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, പിന്നെ ബ്ലഡ് പ്രഷർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ക്ഷീണമോ അത്തരത്തിൽ ബാലൻസ് പ്രോബ്ലമോ വിഷൻ പ്രോബ്ലമോ ഇത്തരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും, നോസിയ ഉണ്ടോ, വൊമിറ്റിംഗ് ഉണ്ടോ, ഇതെല്ലാം നമ്മൾ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുക. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഇമാജിംഗ് ടെക്നിക്ക് ഉണ്ടെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു CT സ്കാൻ അല്ലെങ്കിൽ ഒരു MRI സ്കാൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഹെഡേക്ക് എത്തരത്തിലുള്ള ഇഷ്യൂ ആണ്, സെൻട്രൽ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഡോക്ടറിൻ്റെ ഫിസിക്കൽ ന്യൂറോളജിക്കൽ എക്സാമിന് ശേഷം ഇത്തരത്തിലുള്ള ഇമാജിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചും നമുക്ക് ഏത് തരത്തിലുള്ള ഹെഡേക്കാണ് എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
അങ്ങനെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ വരുന്ന സമയത്ത് തലവേദനയുടെ പലതരത്തിലുള്ള ടൈപ്പും പലതരത്തിലുള്ള പെയിനും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തോന്നുന്ന സമയത്ത് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രീമുകളെ പുരട്ടി മാത്രം വീട്ടിൽ നിന്നുള്ള സ്വയം ട്രീറ്റ്മെൻറ്റ് നടത്താതെ നിങ്ങളുടെ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഡയഗ്നോസിസിലോട്ട് എത്തിച്ച് ഫിസിക്കലും നെർവസ് സിസ്റ്റവുമായിട്ടുള്ള ബന്ധപ്പെട്ട് ടെസ്റ്റുകൾ നടത്തുകയും അതുപോലെ ഇമാജിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങളെ കൃത്യമായിട്ട് ഏത് ടൈപ്പ് ഓഫ് ഹെഡേക്ക് ആണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റുമായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു നമുക്കൊരു റിക്കവറി ഇതിൽ നിന്ന് നേടാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്താണ് ഹെഡേക്ക് എന്നും ഏതൊക്കെ ടൈപ്പ് ഹെഡേക്ക് ഉണ്ടെന്നും എങ്ങനെയൊക്കെ നമുക്കതിനെ ഡയഗ്നോസ് ചെയ്യാമെന്നൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുകയുണ്ടായി. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ താഴെ കാണുന്ന എൻ്റെ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക. ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നിങ്ങളോട് ഇനിയും വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.